ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ് കറൻ്റ്ലി സെപ്പറേഷൻ ഫേസിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അകൽച്ചയിലോ ഒക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത്, അതുപോലെ ഈ വ്യക്തി നിലവിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു അകൽച്ച സംഭവിച്ചതെന്നുള്ളതാണ്. ഓക്കെ, 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ വന്നിട്ടുള്ളത് ഡിസീറ്റാണ്. അപ്പോൾ ഇതിനകത്തൊരു ചതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം. അതൊരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇടപെട്ട് അതിനകത്തുനിന്ന് വേറൊരു വ്യക്തിയിൽ നിന്നുള്ളൊരു ചതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്തതായിരിക്കാം, ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി ഇവിടെ വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ കാണാം. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മൾ മൂലകാരണം എന്നൊക്കെ പറയുന്നത് പോലെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതി അതാണ്. മാത്രമല്ല, ഈ പറഞ്ഞൊരു കാര്യത്തെ തുടർന്ന് ഇതിനകത്ത് വളരെ പെട്ടെന്നുള്ള ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളോ എടുത്തു ചാടിയുള്ള പ്രവൃത്തികളോ ഒക്കെ ഇതിനെ കുഴപ്പത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് നമുക്ക് വളരെ ശക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ ചിലവരുടെ റിലേഷൻഷിപ്പിൽ അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികൂലാവസ്ഥ ഉണ്ടാക്കി കൊടുത്തു എന്ന് കാണാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഒരു എതിർപ്പ് കാര്യങ്ങളായിരിക്കാം ഇതിനകത്ത് മുന്നിട്ട് നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു ചതിയായിരിക്കാം നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വളരെ ചുരുക്കം പേരിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം. അതായത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളും ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും ഈ പറഞ്ഞ പോലെ പുറമേ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലുണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു കാപട്യം, മറച്ചു പിടിക്കുന്ന അവസ്ഥ, ചതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം വേഴ്സാവും, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന വ്യക്തിയെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പേഴ്സണാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് മറ്റൊരു വ്യക്തിയുടെ ഇടപെടലൊക്കെ കയറി വരുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ മാറി നിൽക്കുന്നൊരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ഇനിയും എന്തൊക്കെയോ പറയാനുണ്ട്. രണ്ടുപേരുടെ മനസ്സിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, തുറന്ന് സംസാരിക്കാറുണ്ട്. പക്ഷേ അതിനകത്തൊന്നും ഒരു പൂർണ്ണ രൂപം കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ആ ഒരു സ്ഥിതിയിലുള്ളവരുമായിരിക്കാം. ചില സെപ്പറേഷൻ ഫേസിലുള്ളവരോടൊക്കെ നമ്മൾ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയില്ല എന്താ കാര്യം എന്നുള്ളത്. പൂർണ്ണമായിട്ടും ഒരു നോളേജ് അവനവന് തന്നെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാൻ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്പിരിച്വൽ ബോണ്ടിങ് ഉണ്ടെന്നുള്ളതാണ്. അതായത് കേവലം ലൗകികമായിട്ടുള്ള ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ് നമ്മളിപ്പോൾ ഈ ഒരു ലൈഫിൽ നമ്മുടെ ഒരു വ്യക്തി വരുന്നു, കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു അടുപ്പത്തിലാവുന്നു. അതിപ്പോൾ തിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് നോക്കിക്കാണുന്നതെങ്കിലും ചില റിലേഷൻഷിപ്സ് അതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്പിരിച്വൽ ബോണ്ടിങ് ഇതിനകത്തുണ്ട്.
അപ്പോൾ ആ ഒരു കാര്യം തന്നെ ആയിരിക്കണം ഇങ്ങനെയുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, ഒരു രണ്ട് പേർക്കും ഇടയിൽ ഒരു ബൗണ്ടറി വരിക, ഇങ്ങനെയുള്ള സാധ്യതകൾ ഇതിനകത്തുണ്ടെങ്കിൽ പോലും രണ്ടുപേരുടെയും ഉള്ളിൽ ഈ റിലേഷൻഷിപ്പ് ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് വഴക്കിടാനും തടസ്സം പിടിക്കാനും എതിർപ്പായിട്ടൊക്കെ ഉണ്ടാവാം, പക്ഷേ ഉള്ളിൽ ഈ പറഞ്ഞ ആ ഒരു ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വേണ്ടാന്ന് വെക്കാനോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ നിന്ന് പൊക്കോട്ടെ എന്ന് ചിന്തിക്കാനോ ഒന്നും കരുതാത്ത ആരുടെയൊക്കെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ, ചില പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒക്കെ നിങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സാധിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ രണ്ടിലൊരാൾ ശക്തമായിട്ട് ഈ ഒരു അവസ്ഥയിൽ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ സ്പിരിച്വലുള്ള ആ ഒരു പാതയിലൂടെ വളരെ സ്ട്രോങ് ആയിട്ട് പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു എനർജി ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ഘട്ടം മാത്രമാണ് എന്നുള്ളതും കൂടി ഇവിടെ നമ്മളെ പറയാതെ പറയുന്നുണ്ടെന്ന് പറയുന്ന പോലെ യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആരുടെ സ്പ്രെഡാണ്, ആരുടെ എനർജി ആണെന്നുണ്ടെങ്കിലും താൽക്കാലികമായിട്ടുള്ളൊരു അകൽച്ചയാണ്. ഈ അകൽച്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാവാം. നിങ്ങൾക്കും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കും ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഈ ഒരു അകൽച്ച മൂലം സംഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് ചില ലെസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കണക്കാക്കാവുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് താൽക്കാലികമാണ് എന്നുള്ളൊരു കാര്യം അവിടെ എടുത്ത് കാണാം. അപ്പോൾ നിലവിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പോലെ തന്നെ കെട്ടി മുറുക്കിയിരിക്കുക എന്ന് പറയുന്നത് വരിഞ്ഞ് മുറുകിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഒരു സ്റ്റക്നെസ് ഉണ്ടാവാം. ചിലരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. തുടരണോ വേണ്ടയോ, ഞാനെന്തെങ്കിലും ആക്ഷൻ ചെയ്യേണ്ടതുണ്ടോ, അവരെന്തെങ്കിലും ആക്ഷൻ ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം. മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം പോകുന്നത്. മൊത്തത്തിൽ ചിലവർക്ക് ഒരു ഉത്തരം കിട്ടാത്ത രീതിയിൽ തോന്നുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എനർജീസാണ്, റിലേഷൻഷിപ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി പേഴ്സൻ്റെ മനോഭാവം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്നുള്ളത് അറിയാനായിട്ട് ശ്രമിക്കാം. Empress, Page of Pentacles, Nine of Swords, Ten of Swords, Ace of Wands, Tower, Knight of Swords, Six of Pentacles, Fool, Lovers, Moon, Six of Swords, Queen of Pentacles, Death and Rebirth, Six of Wands, King of Pentacles, High Priestess. അപ്പോൾ നമ്മൾ നേരത്തെ സ്പ്രെഡ് എടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ആ ഒരു കണക്ഷൻ തമ്മിൽ ഒരു സ്പിരിച്വൽ ബോണ്ടിങ് ഉണ്ട്. അത് നിങ്ങൾ എത്ര അകലത്തിലാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോഴും സജീവമാണെന്ന് പറയാം. അപ്പോൾ പുറമേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകൽച്ചയോ അല്ലെങ്കിൽ പുറമേ നിന്ന് കാണുന്ന വ്യക്തികൾക്ക് നിങ്ങൾ അകന്നുപോയി സെപ്പറേഷൻ ഫേസ് ആണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ആ ഒരു അകൽച്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ എവിഡൻ്റാണ്. ഈ ഒരു പേഴ്സണിൽ നോക്കുമ്പോഴും നമുക്കത് കാണാം. കാരണം മറ്റെന്തിനേക്കാൾ അവരുടെ ഉള്ളിൽ നിങ്ങളുണ്ട്, ഈ ഒരു സെപ്പറേഷൻ ഫേസിലും നിങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ഒരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ പേഴ്സണായിരിക്കാനും സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു വ്യക്തി മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആങ്സൈറ്റി, ഫിയർ ഒക്കെ ഇവർ നേരിടുന്നുണ്ട്.
ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഉള്ളിൽ കുറ്റബോധമുള്ളൊരു പേഴ്സണാണ്. ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരു നിരാശയുണ്ട്, ചെയ്തു പോയ കാര്യങ്ങൾ തെറ്റായി എന്നുള്ളൊരു ഭാവമുണ്ട്, ആ ഒരു കുറ്റബോധമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ സ്പ്രെഡിൽ ആ ഒരു ഡിസീറ്റ് എനർജി കണ്ടതാണ്. നമ്മൾ പറഞ്ഞു അവിടെ ചതി, ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചതി സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മറ്റൊരാളുടെ പ്രേരണ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളെ നേരിട്ട് ഇതിനകത്തും ഒരു പ്ലേ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിന് കാരണക്കാരനായി അല്ലെങ്കിൽ കാരണക്കാരിയായി എന്നുള്ള ഒരു തോന്നൽ ഈ പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു കുറ്റബോധം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അവർ നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവനവൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ പോലും ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് കുറച്ച് വിശ്വസിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തി അവർക്ക് നന്നായിട്ട് അറിയാം അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായി എന്നുള്ളതിൻ്റെ ആ ഒരു റിഗ്രറ്റ് ഉള്ള ഒരു പേഴ്സണാണ്. തീർത്തും അവർ ഇപ്പോഴത്തെ ഒരു സെപ്പറേഷൻ ഫേസിൽ പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്ങനെയോ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ ഒരു ടെലിപ്പതി കണക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതായത് അവരുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുക, നിരന്തരമായിട്ട് ചിലപ്പോൾ അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവാം. ഇപ്പോൾ പുറമേ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, വിഷമം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഈ പേഴ്സണോട് ശക്തമായിട്ടുള്ളൊരു ആകർഷണം തോന്നുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഇതിനകത്ത് ഇൻവോൾവ് അല്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു നൊമ്പരം അനുഭവപ്പെടുക, പെയിൻ അനുഭവപ്പെടുക. ചില സമയത്ത് ആ ഒരു പേഴ്സണെ ഇപ്പോൾ കാണണമെന്ന് തോന്നുക, അല്ലെങ്കിൽ അവരെന്നെ ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു സ്പാർക്ക് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രവൃത്തിയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ പെട്ടെന്നൊരു മിന്നൽ പോലെ, ഒരു സ്പാർക്ക് പോലെ ഈ പറഞ്ഞൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. കാരണം അവർ നിങ്ങളെ നിരന്തരം ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ, ആ ഒരു വൈബ് ഇവിടെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഈ പേഴ്സൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു തകർച്ച, അല്ലെങ്കിൽ അത് ഒരുപാട് വിഷമം സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ സ്പ്രെഡിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ചില എടുത്തുചാടിയുള്ള തീരുമാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതൊരു പക്ഷേ ആ ഒരു പേഴ്സൺ എടുത്തുചാടി തീരുമാനം എടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുത്തുചാടി കേട്ട പാതി കേൾക്കാത്ത പാതി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചേർന്നായിരിക്കാം ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അവർ ഇവിടെ മനസ്സിലാക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ചില സമയത്ത് അവർ വളരെ സംയമനത്തോടെ വിഷമത്തോടെ ഇരിക്കുന്നു. വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ അത് സഹിച്ചിരിക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ പറയുന്നത് പോലെ അവർ കെട്ട് പൊട്ടിച്ച് വരുന്നൊരു അവസ്ഥയും നമുക്ക് കാണും. അങ്ങനെയുള്ളൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ പേഴ്സൺ തീർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഒരു തടങ്കലിലിടുന്നത് പോലെയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അവരുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തോ കാര്യത്തിൽ വേണ്ടിയിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയും മനസ്സുകൊണ്ട് വിഷമിച്ചിട്ടും, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് അവർക്ക് കുറ്റബോധം ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു, എന്നിട്ടും അവർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളെ സമീപിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു മദർലി ഫീലിംഗ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതൊരു ജെൻഡർ വൈസ് അല്ല, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം, ചേർത്ത് നിർത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്ത്വനം അവർക്ക് പല കാര്യങ്ങളിലും ചിലപ്പോൾ ആശ്വാസം കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ആ ഒരു കെയറിങ് ഒക്കെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഉള്ളത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അതൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ വീണ്ടും ഇതിനകത്ത് സജീവമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ അവർക്ക് വലിയ കാര്യമായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ രണ്ടുപേരും ചേർന്നത് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു പങ്ക് കൂടി നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. പകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്പാർക്കുള്ള ഒരു പേഴ്സണാണ്, ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം. ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എപ്പോഴും ഇവരുടെ മനസ്സിനകത്ത് കടന്നു വരുന്നൊരവസ്ഥയൊക്കെ ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ടാവും. അതുപോലെയുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ ഇപ്പോഴും നിങ്ങളോടുണ്ടെന്നുള്ളതാണ്.
അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നമായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ ആയിക്കോട്ടെ അതെല്ലാം ഹീൽ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ വ്യക്തികൾക്കും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് വന്നിരിക്കുന്ന അകൽച്ചയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസ് കുറേ നാളുകളായിട്ട് ഫേസ് ചെയ്ത് പോകുന്നവരായിരിക്കാം. അതുകൊണ്ടാണ് അവർ ഇത്രയധികം ഒരു പെയിൻ അനുഭവിക്കുന്നത്. അത് നീണ്ടു നീണ്ടു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവർക്കും പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പരസ്പരം പറഞ്ഞ് തീർക്കാനുള്ള, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനുണ്ട് എന്നുള്ള ആ ഒരു എനർജി ഇവിടെ നമുക്ക് കാണാം. അത് അവരും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ അതൊന്നും നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ നാളുകൾ കൂടുന്തോറും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷമം പേടിയൊക്കെ ഒന്നും കൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഒരു സെപ്പറേഷൻ ഫേസിൽ വരുന്നതെങ്കിൽ ഇനി സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ അത് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭയത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ്റെയും ഒക്കെ ആക്കം കൂടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു പേഴ്സണിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അവർ എത്രത്തോളം ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത്രയൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു റീബർത്ത് പ്രതീക്ഷിക്കുന്ന ഒരു പേഴ്സണാണ്. അവരുടെ ഉള്ളിൽ അങ്ങനെയുണ്ട്. അവർ തന്നെ ഒരു സൈഡിൽ ടെൻഷൻ അല്ലെങ്കിൽ സങ്കടം, നിരാശ ഒക്കെ അവരനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും മറുവശത്ത് അവർ അത്രയും ശക്തിയോടുകൂടി തന്നെ ഇത് തിരിച്ചു വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് നിങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കോൺടാക്ട്സ് ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് റിലേഷൻഷിപ്പ് വളരെ ദൃഢമായിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. കാരണം ഇവരുടെ എടുത്തുചാട്ടമോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെയും കൂടി മിസ്റ്റേക്ക് ആണെന്നുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു നല്ല രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണെ മാറ്റി നിർത്താനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണ മട്ടിൽ കളയാനോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തന്നെയാണ് ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ അവർ പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുക, നമ്മൾ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൻ്റെ ഒരു ഇന്നർ വോയിസ് അവരെ നിങ്ങളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അവർക്കൊരു ശുഭപ്രതീക്ഷ എവിടെയോ കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ വോയിസ് ആണ് എന്ന് തന്നെ പറയാം. അതായത് ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡെസ്പാവാറുണ്ട്, നമുക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാറുണ്ട്, നമ്മൾ അങ്ങേയറ്റം ലോസ് ഫീലിംഗ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എപ്പോഴും പരാജയങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി അതിലും വേഴ്സ് ആവാനില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഇന്നർ വോയിസ് തന്നെ പറയുകയാണ്. ചിലപ്പോൾ ഇത് പറഞ്ഞു തരാൻ നമുക്ക് അടുത്ത സുഹൃത്തുക്കളോ അങ്ങനെയുള്ള ആരും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മാർത്ഥതയുള്ള വ്യക്തി ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു ഇന്നർ വോയിസ് ചിലവരിലെങ്കിലും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അത് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു, നീ വിഷമിക്കേണ്ട, നിൻ്റെ ലൈഫിൽ മാറ്റം വരും, നീ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ കൊടുത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ എന്തോരം അവർ നിരാശയിലേക്ക് വന്നു കഴിഞ്ഞാലും അവരുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ വോയിസ് തന്നെ അവരെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. അതിനുള്ളൊരു ശക്തി അവർക്ക് തന്നെ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഡീപ്പ് ഫീലിംഗ് ഈ പേഴ്സൻ്റെ മനസ്സിനകത്ത് തോന്നുന്നുണ്ട്. നമ്മളിവിടെ കണ്ടതുപോലെ കൺഫ്യൂഷൻ, ക്ലാരിറ്റി ഇല്ലായ്മ, പല പല കാര്യങ്ങളിലൂടെ പോകുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മാറ്റം വരും. ഇപ്പോൾ അവരെവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ആയിരിക്കാം, നമ്മൾ നേരത്തെ സ്പ്രെഡി പറഞ്ഞ പോലെ ഫാമിലിയുടെ ഇടപെടലായിരിക്കാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിനൊരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ളൊരു വിശ്വാസം ആ പേഴ്സണുണ്ട്. അത് അവരുടെ മൈൻഡ് സെറ്റിലുണ്ടെന്നുള്ളത് കാണാം. ഒരു പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ഉറപ്പോ കാര്യങ്ങളോ ഒന്നും തരാത്തതിൻ്റെ ഒരു റീസണും അതായിരിക്കാം. അതായത് അവരുടെ മൈൻഡ് സെറ്റിൽ അങ്ങനെ തോന്നുന്നുണ്ട്, അവർക്ക് ഒരുപാട് ആഴത്തിൽ ഈ ഒരു ബന്ധത്തിനോട് താല്പര്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷ തന്ന്, അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ഹോപ്പായിട്ട് തന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് നാളെ ഒരു റിലേഷൻഷിപ്പിൽ പഴയതുപോലെ സജീവമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരുടെ മനസ്സിലുള്ള ആ ഒരു പ്രതീക്ഷ ഒരു പക്ഷേ നിങ്ങൾക്ക് പകർന്നു തരാത്തത് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ സ്പ്രെഡിൽ കണ്ടതുപോലെ ആ ഒരു സ്പിരിച്വൽ ബോണ്ടിങ്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് അറിഞ്ഞിട്ടായിരിക്കണം എന്നില്ല, പക്ഷേ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ, അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ളതായിട്ട് അവരുടെ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ ഒരു മനസാക്ഷി പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 3, നമ്പർ 6, നമ്പർ 16, നമ്പർ 18 ആൻഡ് നമ്പർ 13. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, പൈസസ്,
സ്കോർപ്പിയോ, ഏരീസ്, ടോറസ്, ജെമിനി ആൻഡ് അക്വേറിയസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ നോ കോൺടാക്റ്റിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് അവർ നോ കോൺടാക്റ്റിൽ പോകുന്നവർ തന്നെയായിരിക്കണം. അങ്ങനെയുള്ളവർക്കായിരിക്കും റെസനേറ്റ് ചെയ്യാനായിട്ട് കൂടുതലൊരു ചാൻസസ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ സ്പ്രെഡിൽ കണ്ടത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് താൽക്കാലികമായിട്ടുള്ളൊരു സെപ്പറേഷനാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഫേസിന് ശേഷം ഈ വ്യക്തി വരും എന്നുള്ളത് അവിടെ നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.